കേരളം ഇനി ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ മാമാങ്കത്തിന്റെ സെമി ഫൈനൽ. കേരളം അടുത്തത് ആര് ഭരിക്കുമെന്നറിയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിനാടകീയമായി ഉപതെരഞ്ഞെടുപ്പ് അരങ്ങേറാൻ പോകുന്ന മണ്ഡലം. ചരടുവലികളും പുത്തൻ കൂട്ടുകെട്ടുകളും വർഗീയതയും പാർട്ടി പടലപ്പിണക്കങ്ങളും ചേരിമാറ്റവും വന്യജീവി ആക്രമണവും വികസനവും അടക്കം സകലതും ചർച്ചയായ കേരളത്തിലെ വിവാദ മണ്ഡലം നിലമ്പൂർ. ഇപ്രാവശ്യം എന്തായാലും UDF കയറണം. അൻവറിനും ചാൻസ്, രാജനും എല്ലാവർക്കും ചാൻസ്. സർവ്വരാഷ്ട്രീയ നാടകങ്ങളും കണ്ട നിലമ്പൂർ മണ്ണ് പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ജൂൺ 19 നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? അൻവർ ചിത്രത്തിൽ തന്നെയല്ല, ആര്യന് കുറയാൻ സാധ്യത, ജയിക്കാൻ സാധ്യതയുണ്ട്. ജീവനത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം കളിക്കുകയാണ് എല്ലാവരും. 10 സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന നിലമ്പൂർ മണ്ണിന്റെ ഭാവി MLA ആരാണ്? LDF-ഓ UDF-ഓ BJP-യോ അതോ അട്ടിമറി വിജയം നേടാൻ സ്വതന്ത്രൻ എത്തുമോ? നിലമ്പൂരിന്റെ ജനമനസ് അറിയണ്ടേ? ജനഹിതം അറിയിക്കാൻ ടീം മറുനാടൻ റെഡിയാണ്. അൻവർ കുറെ വോട്ട് പിടിക്കും. പ്രദേശങ്ങൾ ഞങ്ങൾ ജയിക്കും. സ്വരാജ് UDF-ന്റെ ഭരണം നിലവിൽ വരണം. നിലമ്പൂർ നഗരസഭയിലും 7 പഞ്ചായത്തുകളിലും മറുനാടൻ ചീഫ് റിപ്പോർട്ടറായ R. പീയൂഷിന്റെ നേതൃത്വത്തിൽ 10 അംഗ സർവേ സംഘം നേരിട്ടെത്തി നടത്തിയ അഭിപ്രായ സർവേ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു. ഈ ജൂൺ 16 കൃത്യം 11 മണിക്ക് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ സർവേ ഫലം നിങ്ങളുടെ മുന്നിലെത്തിക്കും. മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ വഴിയും മറുനാടൻ TV വഴിയും മറുനാടൻ പോർട്ടൽ വഴിയും നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയാം. പ്രമുഖ ദൃശ്യമാധ്യമങ്ങളൊക്കെ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും നടത്താറുണ്ടെങ്കിലും ഗ്രാമങ്ങളിലേക്ക്, വഴിയോര കടകളിലേക്ക്, നാട്ടുചന്തകളിലേക്ക്, വൈകുന്നേരങ്ങളിൽ സൊറ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക്, നാടിന്റെ മണ്ണിലേക്ക് ചവിട്ടിയിറങ്ങി ഒരു മാധ്യമ സ്ഥാപനവും സർവേ നടത്താറില്ല. ഇവിടെയാണ് മറുനാടൻ മലയാളി നടത്തുന്ന സർവേ ഫലം വ്യത്യസ്തമാകുന്നത്. നിലമ്പൂർ നഗരസഭയിലും വഴിക്കടവ്, മുത്തേടം, എടക്കര, പോത്തുകൽ, ചുങ്കത്തറ, കരുളായി, അമരമ്പലം എന്നീ 7 പഞ്ചായത്തുകളിലും സർവേ സംഘം നേരിട്ടെത്തിയാണ് ജനഹിതം അറിയുന്നത്. ഇതിനായി 5 ദിവസങ്ങളോളം നീണ്ടുനിന്ന റാൻഡം ഫീൽഡ് സർവേ ഞങ്ങൾ നടത്തി. നാടിന്റെ മനസ്സ് നാട്ടുകാരെ അറിയിക്കാൻ ടീം മറുനാടൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിദേശ മാധ്യമങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അവലംബിക്കുന്ന അതേ രീതിയായ ഡബിൾ ബ്ലൈൻഡ് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാണ് മറുനാടൻ ടീമും സർവേ നടത്തിയത്. ഒരു പ്രത്യേക ലക്ഷ്യത്തിനല്ലാതെ റാൻഡമായി ആളുകൂടുന്ന സ്ഥലങ്ങളിലാണ് സർവേ നടത്തുന്നത്. ജാതി മതഭേദമന്യേ പ്രായ ലിംഗഭേദമില്ലാതെ ജനമിടപെടുന്ന സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്ന അഭിപ്രായ പ്രകടനം ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമാകും. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും പാർക്കുകളിലും നഗരചതുരങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും ഒക്കെയായി വിവിധ ഭാഗങ്ങളിൽപ്പെടുന്ന ജനങ്ങളെ നേരിട്ട് കണ്ടാണ് ഞങ്ങൾ സർവേ നടത്തിയത്. വയോധികരുടെയും സ്ത്രീകളുടെയും അഭിപ്രായമൊക്കെ അറിയാൻ വീടുകളിൽ നേരിട്ട് ചെന്നും സർവേ നടത്തി. ഓൺലൈൻ ഓഫ്ലൈൻ സർവേകളുടെ ഭാഗമായി മണ്ഡലത്തിലെ 10,000-ഓളം വോട്ടർമാരിലേക്ക് മറുനാടൻ ജനഹിതമാരായനെത്തി. പ്രമുഖരായ ഇലക്ഷൻ അനലിസ്റ്റുകളും സർവേ ടീമിന്റെ ഭാഗമാകുന്നു. മലയാളത്തിലെ മറ്റൊരു മാധ്യമത്തിനും ഇല്ലാത്ത കൃത്യതയാണ് മറുനാടൻ സർവേയെ വേറിട്ട് നിർത്തുന്നത്. കഴിഞ്ഞ 9 തെരഞ്ഞെടുപ്പിലും മറുനാടന്റെ പ്രവചനം ഏറെക്കുറെ കൃത്യമായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിജയം, 2021 തുടർ ഭരണവും മറുനാടൻ സർവേയിലൂടെ കൃത്യമായി ഞങ്ങൾ പ്രവചിച്ചതാണ്. അതുപോലെ 2019 2024 ലോക്സഭാ ഇലക്ഷനിലെ UDF-ന്റെ കുതിപ്പും മറുനാടന്റെ സർവേകളിൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. പാല, തൃക്കാക്കര, പാലക്കാട് അടക്കമുള്ള നിരവധി തെരഞ്ഞെടുപ്പുകളിലും മറുനാടൻ സർവേ ഫലം അക്ഷരാർത്ഥത്തിൽ സത്യമായി. മലയാള മാധ്യമ ചരിത്രത്തിൽ സ്വതന്ത്രവും വ്യക്തവുമായ അഭിപ്രായം പറയുന്ന മറുനാടൻ മലയാളിയുടെ അഭിപ്രായ സർവേയും സ്വതന്ത്രമായ അഭിപ്രായ സർവേയാണെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് നിലപാടുകളുണ്ട്. പക്ഷേ ഇതൊന്നും കലർത്താതെ കലർപ്പില്ലാത്ത നിലമ്പൂരിന്റെ രാഷ്ട്രീയ മനസ്സാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. കാത്തിരിക്കുക. കേരള ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർവേ ഫലം മറുനാടനിലൂടെ നിങ്ങൾക്കറിയാം. നാടിനെ അറിയാൻ, നിലമ്പൂരിനെ അറിയാൻ, രാഷ്ട്രീയ കേരളം ആർക്കൊപ്പം എന്നറിയാൻ കാത്തിരിക്കുക. ജൂൺ 16 രാവിലെ 11 മണിക്ക്. സ്റ്റേ ട്യൂൺ.